സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് അമിതമായിട്ടുള്ള രോമ വളർച്ച. കൂടുതലും മീശയില് താടിയില് ഒക്കെയാണ് ഇത് കാണുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടോ? എല്ലാവർക്കുള്ള സംശയമാണ്. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഹലോ, ഞാൻ ഡോക്ടർ ജൂലി. നമ്മുടെ സ്വന്തം വയനാട്ടിലുള്ള കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ലേറിജുവിയ എസ്തെറ്റിക് സെന്ററിലെ ഡോക്ടറാണ്. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ലേസർ ഹെയർ റിഡക്ഷനെ പറ്റിയിട്ടാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോള് വരുന്നത് ഈ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന് റിസൾട്ട് ഉണ്ടോ, പെർമനന്റ് ആണോ, ടെമ്പററി ആണോ, വേദന എടുക്കുവോ, സ്കിന്ന് പൊള്ളി പോവോ, അത് ലേസർ അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പൊ ജനറലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നിങ്ങളുടെ ഹെയർ ആണെന്ന് വിചാരിക്കുക. അതായത് മുടി വരുന്നത് രോമകൂപത്തുനിന്നാണ്, അതായത് ഹെയർ ഫോളിക്കൽ. അപ്പം അമിതമായിട്ട് രോമ വളർച്ചയുണ്ട്, ചില രോമങ്ങൾക്ക് കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാം, പ്ലക്ക് ചെയ്യും. പ്ലക്ക് ചെയ്ത് കളഞ്ഞാല് വീണ്ടും പുതിയ മുടി കിളിർത്തു വരും. കാരണം ഇതെല്ലാം വരുന്നത് ഈ ഹെയർ ഫോളിക്കിളിന്റെ അകത്തുനിന്നാണ്. നിങ്ങൾ പ്ലക്ക് ചെയ്താലും, നിങ്ങൾ ഷേവ് ചെയ്താലും, നിങ്ങൾ വാക്സ് ചെയ്താലും ഈ രോമകൂപം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതുപോലത്തെ തന്നെ ഹെയർ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇവിടെ കുറെ ആൾക്കാർക്കൊരു വിഷമോ അല്ലെങ്കിൽ ടെൻഷനോ ആണ്, ഞാൻ പ്ലക്ക് ചെയ്ത് എന്റെ ഹെയറിന് കട്ടി കൂടി, ഞാൻ ഷേവ് ചെയ്ത് എന്റെ ഹെയറിന് കട്ടി കൂടി എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇതെല്ലാം അകത്തിരിക്കുന്ന ഈ ഹെയർ ഫോളിക്കിളിന്റെ കളികളാണ്. ഈ ഹെയർ ഫോളിക്കിള് കട്ടിയുള്ള രോമം ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കൂടുതലും ഹോർമോണൽ ട്രിഗർ ആണ് വരിക. ഈ മെയിൽ ഹോർമോൺസ് ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിലാണ് ഫീമെയിൽസിന് കട്ടിയുള്ള രോമങ്ങൾ വരിക. അപ്പൊ ബ്ലഡിനകത്ത്, ശരീരത്തിനകത്തു നിന്നുള്ള ട്രിഗർ കാരണമാണ് ഈ ഫോളിക്കിള് കട്ടിയുള്ള ഹെയർ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഈ ഭാഗത്ത് ഷേവ് ചെയ്യേ പ്ലക്ക് ചെയ്യേ എന്ത് വേണേലും ചെയ്തോ, രോമം അതേ കട്ടി തന്നെ വരത്തുള്ളൂ. അപ്പൊ പ്ലക്ക് ചെയ്താലും ഷേവ് ചെയ്താലും ഒന്നും ഇത് പോകത്തില്ല. പിന്നെ എന്ത് ചെയ്താലാണ് അമിതമായ രോമ വളർച്ച മാറ്റാൻ പറ്റുക? ലോകത്തിലെല്ലായിടത്തും പോപ്പുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ലേസർ ഹെയർ റിഡക്ഷൻ. അപ്പൊ ലേസർ എന്താണ് ചെയ്യുന്നത്? ലേസർ എന്ന് പറഞ്ഞാൽ അതൊരു ലൈറ്റ് ആണ്. അത് ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് മാത്രമാണ് ലേസർ. അപ്പൊ ലേസറിന്റെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഹെയർ റൂട്ടിനകത്തുള്ള കറുത്ത കളറ് ഈ ലൈറ്റ് റേസിനെ അബ്സോർബ് ചെയ്യും, അതായത് വലിച്ചെടുക്കും. ലൈറ്റിനെ വലിച്ചെടുക്കുമ്പോൾ ഇത് ഇതിനകത്തിരുന്ന് ചൂടായി കരിയുമ്പോൾ ഇതിനെ ചുറ്റിയിരിക്കുന്ന ഹെയർ ഫോളിക്കിളും ഒന്ന് ഡാമേജ് ആവും. ഹെയർ ഫോളിക്കിൾ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ നിന്ന് വിട്ടുപോരും. അപ്പൊ നമുക്ക് ഈ ഹെയർ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഹെയർ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതിനർത്ഥം ഈ അകത്തിരിക്കുന്ന ഹെയർ ഫോളിക്കിൾ ഡാമേജ് ആയിട്ടുണ്ടെന്ന. ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാല് ഇതിന് പുതിയൊരു രോമം ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒരു മാസം സമയം എടുക്കും. പക്ഷെ ഈ വരുന്ന രോമം പഴയ രോമത്തിന്റെ അത്രയും കട്ടി ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ലേസർ അടിക്കും. അപ്പൊ വീണ്ടും ഈ ഹെയർ ഫോളിക്കിൾ ഡാമേജ് ആവും. പിന്നെ വരുന്ന ഹെയർ അതിലും കട്ടി കുറഞ്ഞതായിരിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഹെയർ ഫോളിക്കിളെ നമ്മൾ ഡാമേജ് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം ലേസർ അടിക്കുമ്പോഴത്തേക്കും പിന്നെ വരുന്ന ഹെയർ കൂടുതലും നോർമൽ ഹെയർ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇതിന് മെയിന്റനൻസ് ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും മെയിന്റനൻസ് വേണ്ടി വരിക, ചിലർക്ക് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് 1 വർഷമോ 2 വർഷമൊക്കെ വരെ ഗ്യാപ്പ് കിട്ടും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്. നമ്മൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അടിച്ച് താഴെ ഇടുക. അപ്പൊ അയാൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വന്ന് നിവർന്ന് നിൽക്കുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും അടിച്ച് താഴെ ഇടും. അയാൾ പിന്നെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ വീണ്ടും അടിച്ച് താഴെ ഇടും. അങ്ങനെ അടിച്ചടിച്ചടിച്ച് ഒരാളെ നിലംപരിശാക്കുന്നതിന് തുല്യമാണ് ലേസർ അടിച്ച് ഹെയർ ഫോളിക്കിളിനെ നമ്മൾ ഡാമേജ് ആക്കുന്നത്. ഹലോ, ക്ലാസ് പോലെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്.